ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ പ്രഖ്യാപിക്കേണ്ട കാലം അതിക്രമിച്ചെന്ന് NSS. ഭക്തർക്ക് സുഗമ ദർശനം ഉറപ്പാക്കാൻ വൈദഗ്ധ്യം നിറഞ്ഞ തീർത്ഥാടന ഭരണ സംവിധാനം ഉണ്ടാകണം. തീർത്ഥാടനത്തിന്റെ അനുഷ്ഠാന പ്രാധാന്യം നിലനിർത്താനും സംരക്ഷിക്കാനും കാലികമായ നടപടികൾ ആവശ്യമെന്നും NSS പറയുന്നു. മുഖപത്രമായ സർവീസിലൂടെയാണ് NSSന്റെ പ്രതികരണം. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു. മിഥുൻ, NSS ആവശ്യപ്പെടുന്നത് എന്ത്? നേരത്തെ തന്നെ ഇതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റണമെന്നുള്ള ആവശ്യം NSS ആവശ്യപ്പെട്ടിരുന്നു. NSS പോലുള്ള മറ്റ് ഹൈന്ദവ സംഘടനകളും ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനമായും NSS ഇന്ന് അവരുടെ മുഖപത്രമായിട്ടുള്ള സർവീസസിൽ പുറത്തിറങ്ങിയിട്ടുള്ള മുഖപ്രസംഗത്തിലാണ് ഇത്തരത്തിൽ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണമെന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത്. അതിന് പ്രധാനമായും പറയുന്നത് ഏതാണ്ട് ചുരുങ്ങിയത് 5 സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്ത് നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അവിടെ കൃത്യമായിട്ടുള്ള ഭക്തർക്ക് സുഗമമായിട്ടുള്ള ദർശനം നടത്താനും അവിടുത്തെ മറ്റു സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി കൊണ്ടുപോകാനും ശബരിമലയുടെ തന്നെ വികസനത്തിനുമെല്ലാം വേണ്ടി ദേശീയ തീർത്ഥാടന കേന്ദ്രമായി അതിനെ മാറ്റണം, ശബരിമലയെ പ്രഖ്യാപിക്കണം. അതിന് അത്തരത്തിൽ പ്രഖ്യാപിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് സുഗമവും സുരക്ഷിതമായിട്ടുള്ള തീർത്ഥാടനം ശബരിമലയിൽ ഉറപ്പുവരുത്താൻ വൈദഗ്ധ്യം നിറഞ്ഞൊരു തീർത്ഥാടന ഭരണ സംവിധാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് NSS പറയുന്നു. ഒപ്പം തന്നെ തീർത്ഥാടനത്തിന്റെ അനുഷ്ഠാന പ്രാധാന്യവും അതുപോലെ തന്നെ അത് നിലനിർത്താനും അനുഷ്ഠാന പ്രാധാന്യം നിലനിർത്താൻ കാലികമായിട്ടുള്ള നടപടികൾ ആവശ്യമാണ്. അനുഷ്ഠാനപരവും ഭക്തിപരവുമായിട്ടുള്ള തനിമ കാത്തു സൂക്ഷിക്കേണ്ടത് ശബരിമലയിൽ അനിവാര്യമാണ്. അതിന് കാര്യക്ഷമമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം തന്നെ വേണ്ടിവരും. ദുരന്ത നിവാരണ സംവിധാനവും മാലിന്യ സംസ്കരണ സംവിധാനവും ശബരിമലയുടെ സാഹചര്യങ്ങളെ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അനിവാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ ശബരിമലയിൽ സാധ്യമാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അന്നദാനവും ഉൾപ്പെടെയുള്ള അന്നദാനവും ഇത്തരത്തിൽ വിരി വയ്ക്കാനുള്ള സൗകര്യങ്ങളുമെല്ലാം തന്നെ സൗജന്യമായി സജ്ജമാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സൗജന്യമായി സജ്ജമാക്കേണ്ടതിന് വേണ്ടി ഇത്തരത്തിൽ മറ്റ് സംഘടനകളുമായി, അതായത് സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് ഇവ നടപ്പാക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാവണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, സേവാഭാരതി പോലുള്ള സംഘടനകളെ ശബരിമലയിൽ വിവിധ അന്നദാനം നൽകുന്നതിനും മറ്റ് സർവീസുകൾ മറ്റ് സേവനങ്ങൾ നടപ്പാക്കുന്നതിനും വിലക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇവയെല്ലാം പുനഃപരിശോധിക്കാമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ NSS ഇപ്പോൾ മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയിട്ടുള്ള സർവീസ് എന്ന മുഖപത്രത്തിലെ മുഖപ്രസംഗത്തിലാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി പ്രഖ്യാപിക്കേണ്ട കാലം അതിക്രമിച്ചെന്ന് NSS പറയുന്നു. അവരുടെ മുഖപത്രമായ സർവീസിലൂടെയാണ് പ്രതികരണം വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.